സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. പോലീസ് ജീപ്പ് പിന്തുടർന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ അനി ബാബു പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് സന്ദീപിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് വളഞ്ഞതിന് ശേഷമേ സന്ദീപിൻ്റെ പ്രതികരണം കിട്ടിയുള്ളൂ. ഹലോ ചേട്ടാ, എന്താ, എവിടെയാ? പൊൻകുന്നത്തിനടുത്ത്. പോലീസ് വളഞ്ഞു. പൊൻകുന്നം പോലീസാണോ? ആണെന്ന് തോന്നുന്നു. രക്ഷപ്പെടാൻ വഴിയില്ലേ? ഇല്ല, കട്ട് ചെയ്യണ്ട, ബാക്കി ഞാൻ നോക്കിക്കോളാം. പോലീസ് ബൈക്കിനടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഇറങ്ങടാ ബൈക്കിന്ന്. എന്തിനാ സാറേ ഇറങ്ങുന്നേ? കാര്യം പറ, ഞാൻ വല്ല കുറ്റവും ചെയ്തോ? ഹെൽമെറ്റിൻ്റെ മുന്നിലെ ഗ്ലാസ് ഉയർത്തി വെച്ചുകൊണ്ട് അനി ബാബു ചോദിച്ചു. ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട, ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങണം. ഇതാണോ സാറേ മര്യാദ? പോലീസ് പത്രത്തിലൊക്കെ കണ്ടത് ഇങ്ങനെയല്ലല്ലോ. യാത്രക്കാരൻ്റെ അടുത്ത് ചെന്ന് മര്യാദയോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണമെന്നല്ലേ? ഇറങ്ങട കഴിവരുടെ മോനെ. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷൂസ് ഇട്ട കാൽ നിലത്ത് ചവിട്ടി ഗർജിച്ചു. നല്ല ഭാഷ, നല്ല മര്യാദ. ഇറങ്ങി സാറേ. അനി ബാബു ഇറങ്ങി ബൈക്ക് സൈഡ് സ്റ്റാൻഡിൽ വെച്ചു. ഹെൽമെറ്റ് മാറ്റടാ. അനി ബാബു ഹെൽമെറ്റിൻ്റെ പിൻ സ്ട്രാപ്പ് അഴിക്കാൻ ശ്രമിക്കുന്നതായി ഭാവിച്ചു. സാറേ, എന്താ പ്രശ്നം? ബുക്കും പേപ്പറും ഒക്കെയുണ്ട്, കാണിക്കാം. ഇതേതാ ഈ ബൈക്ക്? എറണാകുളം രജിസ്ട്രേഷനാണല്ലോ. സാറേ, ഇതെനിക്കൊരു പത്രക്കാരൻ വാങ്ങി തന്നതാ. നിനക്കൊരാൾ വെറുതെ ബൈക്ക് വാങ്ങി തന്നോ? എൻ്റെ കഷ്ടപ്പാട് കണ്ട് മനസ്സലിഞ്ഞ് ചെയ്തതാ സാറേ. അപ്പോഴേക്കും കാറിൽ നിന്ന് ഹേമചന്ദ്രൻ ഇറങ്ങി വന്നു. അവനെന്താ ഹെൽമെറ്റ് മാറ്റാത്തെ? അയാൾ ചോദിച്ചു. സാറേ, മുറുകിപ്പോയി. ഇതിൻ്റെ നാപ്പ് എവിടെയാണെന്ന് നോക്കിയിട്ട് കിട്ടുന്നില്ല. സാറ് ഹേമചന്ദ്രൻ സാറല്ലേ, കല്ലാറ്റ് പഠിക്കലേ? അവൻ്റെ ഹെൽമെറ്റ് മാറ്റ്. ഒരു പോലീസുകാരൻ മുന്നോട്ട് വന്ന് ബക്കിളിൽ നിന്ന് സ്ട്രാപ്പ് അയച്ച് ഹെൽമെറ്റ് ഊരിയെടുത്തു. SI അടക്കം 5 പോലീസുകാർ, കല്ലാറ്റ് പഠിക്കലെ ഹേമചന്ദ്രൻ സാറും ഉണ്ട്. ഹെൽമെറ്റിൻ്റെ മൗത്ത് പീസ് ചുണ്ടോട് ചേർത്ത് അനി ബാബു പറഞ്ഞു. ഇപ്പോഴാണ് അയാളുടെ പോക്കറ്റിലെ ഫോണിൽ നിന്ന് ചെവിയിലേക്ക് നീളുന്ന കറുത്ത കേബിൾ പോലീസുകാർ കണ്ടത്. എന്നെ ബൈക്കിൽ നിന്ന് പിടിച്ചിറക്കി എൻ്റെ തലേന്ന് ബലമായിട്ട് ഹെൽമെറ്റ് അഴിച്ചു മാറ്റി. ഇതുവരെ ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പോലീസുകാർ മുൻപേ വന്ന് തടഞ്ഞു നിർത്തി. ഹേമചന്ദ്രൻ സാറ് പുറകെ വന്നു. പെട്ടെന്ന് SI അനി ബാബുവിൻ്റെ ചെവിയിലേക്കുള്ള കേബിൾ വലിച്ചെടുത്തു. അയാൾക്ക് കേബിൾ മാത്രമേ കിട്ടിയുള്ളൂ. ഫോൺ പോക്കറ്റിൽ തന്നെ ഇരുന്നു. SI കേബിൾ വലിച്ചു പറിച്ചു. ഫോണും നശിപ്പിക്കുന്ന ലക്ഷണമാ. കുറ്റം എന്താണെന്ന് പറയുന്നില്ല. അത്രയ്ക്കും പറഞ്ഞപ്പോഴേക്കും SI അനി ബാബുവിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ പിടിച്ചെടുത്തു. സാറേ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവിടല്ല, ഇതിൻ്റെ മറ്റേ അറ്റത്ത്. നിന്നെ മോഷണക്കുറ്റത്തിന് പോലീസ് കസ്റ്റഡിയിലെടുക്കുക. അത്രയും പറഞ്ഞിട്ട് SI കോൾ കട്ട് ചെയ്തു. ആണോ? അപ്പോൾ ഈ സാറെന്തിനാ വന്നേ? ഹേമചന്ദ്രൻ്റെ നേർക്ക് ആംഗ്യം കാട്ടി അനി ബാബു SIയോട് ചോദിച്ചു. നിന്നെ ഒന്ന് കാണാൻ. ഹേമചന്ദ്രൻ അനി ബാബുവിൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു. അയാളെ അടിമുടി നോക്കി. എന്നിട്ട് SIയോട് നിർദ്ദേശിച്ചു. ഇവനെ ജീപ്പിലോട്ട് കയറ്റ്, ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ട് വണ്ടിയിലോട്ട് കയറടാ. SI അനി ബാബുവിൻ്റെ നേർക്ക് ആക്രോശിച്ചു. ശരി സാറേ. ബൈക്കിൻ്റെ കാര്യം എങ്ങനെയാ? കാശ് കൊടുത്ത് വാങ്ങിച്ചതാ, മോഷ്ടിച്ചതല്ല. അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അനി ബാബു ജീപ്പിലോട്ട് കയറാൻ വേണ്ടി ഒരു ചുവട് മുന്നോട്ട് വെച്ചു. ഹേമചന്ദ്രൻ്റെ മുഖവുമായുള്ള കയ്യകലം മനക്കണക്ക് കൂട്ടിയിട്ട് കക്ഷത്തിനടിയിൽ മുഷ്ടി ചുരുട്ടി ഇടം കൈകൊണ്ട് മിന്നൽ വേഗത്തിൽ ഹേമചന്ദ്രൻ്റെ വലത് താടിക്ക് തൊട്ട് മുകളിൽ ഒരൊറ്റ ഇടി. ഹേമചന്ദ്രൻ ചെറുതായിന്ന് ഞരങ്ങി. പിന്നെ വെട്ടിയിട്ട പോലെ താഴെ വീണു. സംഭവം എന്താണെന്ന് പോലീസിന് മനസ്സിലാകുമ്പോഴേക്കും അനി ബാബു ജീപ്പിൽ കയറിയിരുന്നു. SI കുനിഞ്ഞ് റോഡിലേക്ക് നോക്കി. വഴിവിളക്കിൻ്റെ വെട്ടത്തിൽ ഒരു ശവം പോലെ ഹേമചന്ദ്രൻ. വായ്ക്കുള്ളിൽ നിന്ന് ചോര പുറത്തേക്ക് വാർന്നു. SI തിരിഞ്ഞ് ജീപ്പിലേക്ക് നോക്കി ഗർജിച്ചു. നീ എന്നതാടാ നായിൻ്റെ മോനെ കാണിച്ചത്? പൂച്ചയ്ക്കെന്താ സാറേ പൊന്നുരുക്കുന്നിടത്ത് കാര്യം? എന്നെ മോഷണക്കുറ്റത്തിനല്ലേ പിടിച്ചത്? അയാളിപ്പം SPയും DYSPയും ഒന്നും അല്ലല്ലോ. SI എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു പോയിരുന്നു. പോലീസുകാർ കുനിഞ്ഞു വിളിച്ചിട്ടും കുലുക്കിയിട്ടും ഹേമചന്ദ്രന് അനക്കമൊന്നുമില്ല. ജീപ്പിൽ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുവന്ന് മുഖത്ത് കുടഞ്ഞു. സാറേ, ആശുപത്രി കൊണ്ടുപോ. ജീപ്പിലിരുന്ന് അനി ബാബു പറഞ്ഞു. അതല്ലാതെ വേറെ നിവർത്തിയില്ലെന്ന് പോലീസിനും മനസ്സിലായി. പോലീസുകാരും കൂടി ചേർന്ന് ഹേമചന്ദ്രനെ താങ്ങിയെടുത്ത് കാറിൽ കയറ്റാൻ നോക്കിയപ്പോൾ കാർ ലോക്ക്ഡാണ്. കാറിൻ്റെ സ്വിച്ച് കീയ്ക്ക് വേണ്ടി റോഡിലും ഹേമചന്ദ്രൻ്റെ പോക്കറ്റിലും പരതിയെങ്കിലും കിട്ടിയില്ല. പോലീസ് ഹേമചന്ദ്രനെ
പോലീസ് ജീപ്പിന്റെ മുൻ സീറ്റിലേക്ക് കയറ്റി സീറ്റ് പിന്നിലേക്ക് ചായച്ച് അതിൽ കിടത്തി. ജീപ്പ് ഉടൻ ആശുപത്രി ലക്ഷ്യമാക്കി പാഞ്ഞു. പിറകിലെ സീറ്റിൽ കൂസലില്ലാതെ ഇരിക്കുന്ന അനി ബാബുവിനെ എതിർവശത്തെ സീറ്റിലിരുന്ന 2 പോലീസുകാർ തറപ്പിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഹേമചന്ദ്രനെ ഇടിച്ചു വീഴ്ത്തിയ ഒരുത്തനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് നിശ്ചയം പോരാ. പൊൻകുന്നം പോലീസിന് അനി ബാബുവിനെ പരിചയമില്ല. അതിനാൽ ഒരാശയക്കുഴപ്പം നീണ്ടുനിന്നു. ഹേമചന്ദ്രനെ ശാന്തിനികേതൻ ഹോസ്പിറ്റലിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷകൾ നൽകി. അരമണിക്കൂറിനുള്ളിൽ അയാൾക്ക് ബോധം വീണ്ടുകിട്ടി. പക്ഷേ താൻ എവിടെയാണെന്നോ തനിക്കെന്താണ് പറ്റിയതെന്നോ അയാൾക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ മുഖം നീര് വന്ന് വീർത്തിരുന്നു. താടിയലിന് ഒരുപക്ഷെ ഫ്രാക്ചർ ഉണ്ടാകാമെന്നും എക്സ്റേ എടുത്തു നോക്കണമെന്നും ഡോക്ടർ പോലീസിനെ അറിയിച്ചു. ചുണ്ടിലും കവിളത്തും താടിയിലും പറ്റിപ്പിടിച്ചിരുന്ന ചോര നഴ്സുമാർ പഞ്ഞുകൊണ്ട് ഒപ്പിയെടുത്തു. 2 പോലീസുകാരെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് SI ജീപ്പിൽ അനിബാബുവിനെയും കൊണ്ട് സ്റ്റേഷനിലെത്തി. അനിബാബുവിനെ ഓഫീസ് റൂമിലേക്ക് കയറ്റി നിർത്തി ചോദ്യം ചെയ്തു. നീ ആരെയാണ് കയ്യേറ്റം ചെയ്തതെന്ന് അറിയാമോടാ റാസ്കൽ? ക്രൈംബ്രാഞ്ച് DYSP ഹേമചന്ദ്രൻ സാറിനെ. അറിയാം സാറേ. അയാളിപ്പം DYSP അല്ലെന്നും അറിയാം. അയാൾക്കിനി ആ തൊപ്പി തിരിച്ചു കിട്ടാനും പോകുന്നില്ല. ഭയങ്കര ക്രിമിനലാ സാറേ. അയാൾ ചെയ്തിട്ടില്ലാത്ത കുറ്റകൃത്യങ്ങളില്ല. അഴിമതി, കൈക്കൂലി, പക്ഷപാതം, തട്ടിപ്പ്, മാനഭംഗം, പെൺവാണിഭം, മയക്കുമരുന്ന്, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, അതെല്ലാം വെളിച്ചത്ത് വരാൻ പോകുക. നിനക്ക് ഹേമചന്ദ്രൻ സാറുമായിട്ട് എന്താ മുൻപരിചയം? അത് വലിയ കഥയാ സാറേ. സാറ് നാളത്തെ പത്രത്തിൽ വായിച്ചാൽ മതി. ന്യൂസ് പേപ്പറിലോ. SI അവിശ്വാസത്തിൽ അയാളെ നോക്കി. സാറിന് വിശ്വാസം വരുന്നില്ല അല്ലേ? എൻ്റെ പടം സഹിതം നാളെ വാർത്ത വരും സാറേ. SI എഴുന്നേറ്റ് മേശമേൽ ചാരി നിന്നുകൊണ്ട് അനിബാബുവിനെ അടിമുടി നോക്കി. സാറേ, ഞാൻ അയാളെ ഇടിച്ചത് ക്രിമിനൽ കുറ്റമാ. സാറിൻ്റെ പേരിൽ കേസെടുത്തോ. ലോക്കപ്പിൽ കയറ്റി ഇടിച്ച് അവശനാക്കിക്കോ. നാളെ കോടതിയിൽ ഹാജരാക്കിക്കോ. അതെല്ലാം മുറ പോലെ നടന്നോട്ടെ. എടാ, പോലീസിൻ്റെ മുന്നിൽ വെച്ച് ഹേമചന്ദ്രൻ സാറിനെ ഇടിക്കാനുള്ള ധൈര്യം നിനക്കെങ്ങനെ വന്നെന്നാ ചോദ്യം? അതിനൊരു കാരണമുണ്ട് സാറേ. എന്നെ എന്തിനാ സാറ് വളഞ്ഞു പിടിച്ചതെന്ന് സാറിനറിയാവോ? ഇല്ല. പൊൻകുന്നം സ്റ്റേഷൻ അതിർത്തിയിൽ ഞാൻ വല്ല കുറ്റകൃത്യവും ചെയ്തോ? ഇല്ല. അപ്പോൾ സാറിനോട് അനീതിയല്ലേ കാണിച്ചത്? അത് ഹേമചന്ദ്രൻ പറഞ്ഞിട്ടല്ലേ? കസ്റ്റഡിയിലെടുത്തിട്ട് സാർ എന്നെ ചിലപ്പോൾ ഹേമചന്ദ്രന് വിട്ടുകൊടുത്തെന്ന് വരും. അയാൾക്ക് കൊലപാതകമൊക്കെ നിസ്സാരമാ. അത് ചെയ്യാൻ തയ്യാറുള്ള കൂലി ഗുണ്ടകളുമുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ മണ്ണിനടിയിലോ വെള്ളത്തിനടിയിലോ ആയെന്ന് വരും. ഇനി എന്തായാലും സാറിന് എൻ്റെ പേരിൽ കേസെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അനിബാബു കൂസലില്ലാതെ പറഞ്ഞു. കേസെടുക്കണമെന്ന നിർബന്ധമില്ലടാ. കേസെടുക്കാതിരിക്കാം. നീ ഹേമചന്ദ്രൻ സാറിനെ ഇടിച്ചിട്ടുമില്ല. ഞാൻ നിന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമില്ല. സാറ് കുടുങ്ങുമേ. സാറിൻ്റെ തൊപ്പി പോകും. സംഭവം നടന്ന സ്ഥലത്ത് പത്രക്കാർ ചെന്ന് സ്കാറിൻ്റെയും ബൈക്കിൻ്റെയും ഫോട്ടോ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു. ആശുപത്രിയിൽ നിന്നും അവർ വാർത്തയെടുത്തു. അധികം വൈകാതെ സാറിന് കോഡ് വരും. ഇവിടെ ആളും വരും. SI അങ്കലാപ്പിലായി. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഇതിൻ്റെ എല്ലാം പുറകിൽ നല്ല ബുദ്ധിയുള്ള തലകളുണ്ട് സാറേ. ഇപ്പം സാറിന് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. സാറ് പെട്രോളിങ്ങിന് പോണ വഴിക്ക് ഒരിടത്ത് അക്രമം നടക്കുന്നത് കണ്ട് ജീപ്പ് നിർത്തി. ഞാൻ ഹേമചന്ദ്രനെ ഇടിച്ച് താഴെയിട്ടിരിക്കുന്നത് കണ്ട് എന്നെ കസ്റ്റഡിയിലെടുത്തു. ഹേമചന്ദ്രനെ ആശുപത്രിയിലും എത്തിച്ചു. എന്നെ കസ്റ്റഡിയിലെടുത്തതിനും കാരണമായി. അതിനു പകരം വല്ല മോഷണക്കുറ്റവും എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാ സാറ് വെള്ളം കുടിക്കും. നിനക്ക് എങ്ങനെ അറിയാം ക്രിമിനൽ പ്രൊസീജിയറൊക്കെ? ഷിജിൽ ഷാജു ഗൗരവം വിടാതെ തിരക്കി. 15ാമത്തെ വയസ്സിൽ പോലീസ് എന്നെ കസ്റ്റഡിയിലെടുത്തതാ. 23 കൊല്ലമായിട്ട് പോലീസും കോടതിയും വക്കീലും കേസും ജയിലും ഒക്കെയായിട്ട് ജീവിക്കുക. കൊലപാതകം മാത്രം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അതിൻ്റെ നിയമവശങ്ങളെ കുറേ പഠിക്കാൻ ബാക്കിയുണ്ട്. അതും പഠിക്കേണ്ടി വരും. പല്ലിളിച്ചുള്ള ശബ്ദമില്ലാത്ത ചിരിയിൽ അനിബാബു സംഭാഷണം നിർത്തി. SI മേശപ്പുറത്ത് നിന്ന് എഴുന്നേറ്റപ്പോഴേക്കും അയാളുടെ സെൽ ഫോൺ ശബ്ദിച്ചു. SI ഫോൺ എടുത്തു നോക്കി. പരിചിതമായ നമ്പർ. പൊൻകുന്നം ബ്യൂറോയിൽ നിന്ന്. ഹലോ രതീഷ് സാർ, ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലേ? അനിബാബു. എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ സാർ? നിങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടി? ഞങ്ങൾ കൂരാളി ജംഗ്ഷനടുത്ത് സ്പോട്ടിൽ പോയി പടങ്ങളൊക്കെ എടുത്തു വരികയാണ്. ഇപ്പോൾ ശാന്തിനികേതൻ്റെ മുന്നിലുണ്ട്. എന്താ കേസ്? അറസ്റ്റ് ചെയ്തോ? നാളെ കോടതിയിൽ ഹാജരാക്കുവോ? വന്നാൽ കാണാൻ പറ്റുമോ? രതീഷ്, നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കൂ. ഞാൻ തിരക്കിലാണ്. SI കോൾ കട്ട് ചെയ്തു. എന്നിട്ട് അനീബാബുവിനെ നോക്കി.
ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറേ, വായടച്ച് വെക്കട റാസ്കൽ. SI ചീറി. ഉടൻ തന്നെ റൈറ്ററെ വിളിച്ച് കസ്റ്റഡി രേഖപ്പെടുത്തി അനിബാബുവിനെ ലോക്കപ്പ് ചെയ്യാൻ നിർദ്ദേശിച്ചു. അതിനിടയിൽ ഹോസ്പിറ്റലിൽ ഹേമചന്ദ്രന് തുണ നിന്ന പോലീസുകാരുടെ കോൾ വന്നു. ഹേമചന്ദ്രൻ സാറിന് സംസാരിക്കണം. അദ്ദേഹത്തിൻ്റെ ഫോൺ കാറിനുള്ളിലാണ്. കൊടുക്കട്ടെ സാർ? കൊടുക്ക്. 2 സെക്കൻഡിനകം ഹേമചന്ദ്രൻ്റെ വായിൽ മുഴയുള്ള പോലെയുള്ള ശബ്ദം കേൾക്കായി. ഹലോ, അവനെ എന്തു ചെയ്തു? ലോക്കപ്പ് ചെയ്തിരിക്കുക. കസ്റ്റഡി റെക്കോർഡാക്കിയോ? സാർ, അങ്ങനെ വേണ്ടിവന്നു. അവനെ കസ്റ്റഡിയിലെടുത്ത് എനിക്ക് വിട്ടുതരാനല്ലേ തന്നോട് പറഞ്ഞിരുന്നേ? സാർ, അതൊന്നും നടപ്പില്ല. പത്രക്കാര് വിവരമറിഞ്ഞു. അവർ സ്പോട്ടിൽ പോയി സാറിൻ്റെ കാറിൻ്റെയും ബൈക്കിൻ്റെയും പടമെടുത്തു. അവരത് വാർത്തയാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അവരൊക്കെ എങ്ങനെ അറിഞ്ഞു? ഇവൻ്റെ പുറകിൽ ഒരു ടീമുണ്ട് സാറേ. ലോക്കപ്പിലിട്ട് ശരിക്കൊന്ന് ചോദിച്ചു നോക്ക്. അവൻ്റെ ടീമിൽ ആരൊക്കെയുണ്ടെന്ന്. അവനൊരു കൂസലുമില്ല. ഇടിച്ചോളാനാ പറയുന്നേ. പ്രശ്നം അതൊന്നുമല്ല. നമ്മൾ എന്ത് കേസ് ചാർജ് ചെയ്യും? മോഷണം, കവർച്ച. സാറേ, തെളിവില്ല. എവിടുന്ന് മോഷണം പോയി? എന്ത് മോഷണം പോയി? ആരുടെ മോഷണം പോയി? ഇതിനൊക്കെ കൃത്യമായി ഉത്തരം പറയണം. എന്നെ കൈയേറ്റം ചെയ്ത കേസ് തന്നെ ചാർജ് ചെയ്തോ? അത് തന്നെ അവനും പറയുന്നേ. നാളെ കോടതിയിൽ ഹാജരാക്കിയേക്കാൻ. എന്താ അവൻ്റെ ഉദ്ദേശം? കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് പോകാനായിരിക്കും. റിമാൻഡ് ചെയ്യിക്കണം. അവന് ജാമ്യം കിട്ടരുത്. പൊൻകുന്നം സബ് ജയിലിൽ അവനെ കിട്ടണം എനിക്ക്. സാർ, സാറിനിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ലോവർ ജോയിൽ ഒരു ഹെയർലൈൻ ഫ്രാക്ചർ. കോളർ ഇട്ടാൽ മതി. 2 ആഴ്ചത്തെ റെസ്റ്റ്. സാർ, വെക്കുക. സംസാരിക്കാൻ വയ്യടോ. ഓക്കെ സാർ. ഫോൺ കോൾ കട്ടാക്കിയ ശേഷം ഷിജിൽ ഷാജു തൻ്റെ കീഴിലുള്ള ഇടിപ്രിയരായ 2 സിവിൽ പോലീസ് ഓഫീസർമാരെ വിളിച്ച് ഹേമചന്ദ്രൻ്റെ ആഗ്രഹം അറിയിച്ചു. ഇടിവീരനായ ഇട്ടിയയ്പ് എന്ന പോലീസുകാരൻ കൂടി ചേർന്ന് 3 പേർ ലോക്കപ്പിൽ ചെന്ന് കയറി. അനിബാബു അവരോട് പറഞ്ഞു, എന്നെ സൽക്കരിക്കാൻ വന്നതല്ലേ? ഇടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല സാറന്മാരെ. ഞാനിത് കുറേ കണ്ടിട്ടുള്ളതാ. മർമ്മത്തിടിക്കരുത്. കോടതിയിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റിനോട് ഞാൻ വിളിച്ചു പറയും എന്നെ ലോക്കപ്പിലിട്ട് ഇടിച്ച് നശിപ്പിച്ചെന്ന്. സാധാരണ കലാപരിപാടിയാണെങ്കിൽ ഓക്കെ. ഇട്ടിയയ്പ് ലോക്കപ്പിൻ്റെ വാതിലടച്ച് ഓടാമ്പലിട്ടു. രാവിലെ സ്റ്റേഷനിലെത്തിയപ്പോൾ മുരിക്കാശ്ശേരി CI സാബു വർഗീസിൻ്റെ മേശപ്പുറത്ത് ചുവന്ന വട്ടമിട്ട് അടയാളപ്പെടുത്തിയ പത്രം കിടപ്പുണ്ടായിരുന്നു. ലോക്കൽ പേജിൽ ചെറിയ കോളം വാർത്ത. 22 വർഷം മുമ്പ് യുവതിയെ കാണാതായ കേസിൽ വൃദ്ധദമ്പതികൾ പോലീസ് കസ്റ്റഡിയിൽ. അതേ പേജിൽ തന്നെ മറ്റൊരു വാർത്ത. 22 വർഷം മുമ്പ് ജ്യേഷ്ഠ സഹോദരനെ കാണാതായ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിലും കോടതിയിലും പരാതി. മുൻ പേജിൽ അടിഭാഗത്തായി 2 കോളം വാർത്ത. DYSPയെ മർദ്ദിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. ആ വാർത്തയുടെ വലത് ഭാഗത്തായി ഉൾപേജിലെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള ലഘു വിവരണം. ഒരു പ്രണയകഥയുടെ ദാരുണാന്ത്യം എന്ന തലക്കെട്ടിൽ. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എൽദോസ് വാതിൽക്കലെത്തി. മേ കമിൻ സർ എന്ന് അനുവാദം ചോദിച്ചു. കേറി വാടോ. താനാണോ ഈ പേപ്പർ വെച്ചത്? സർ. എൽദോസ് സല്യൂട്ട് അടിച്ച് അകത്തേക്ക് വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കുഴപ്പമാകുമെന്ന്. അകത്ത് എഡിറ്റോറിയൽ പേജിലും സ്റ്റോറിയുണ്ട് സാറേ. എന്ത് സ്റ്റോറി? സാറൊന്ന് വായിച്ചു നോക്കണം സാറേ. നമ്മൾ ആരെയൊക്കെയാണോ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് അവർക്കെതിരെ ഭയങ്കര ക്രൈം നടന്നിട്ടുണ്ട്. ഇത്രയും കാലം ആരും അറിയാതെ എല്ലാം മൂടി വെച്ചിരിക്കുകയായിരുന്നു. ആ ശേഖരൻകുട്ടിയെയും ഭാര്യയും നമ്മൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് റിപ്പോർട്ടിൻ്റെ നടുക്ക് ബോക്സ് ഐറ്റമായി കൊടുത്തിട്ടുമുണ്ട്. SP ഓഫീസിൽ നിന്ന് എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ട് കോൾ വരും. അതിനു മുമ്പേ അവരെ റിലീസ് ചെയ്യുന്നതല്ലേ ബുദ്ധി? എടോ, ഇത് അസോസിയേഷൻ്റെ തലപ്പത്തു നിന്നുള്ള പ്രഷറാ. SP ഓഫീസിൽ നിന്ന് കോൾ വരട്ടെ. നമുക്ക് പറയാൻ ന്യായമുണ്ടാവുമല്ലോ. സാർ, ഞാൻ സൂചിപ്പിച്ചെന്നേയുള്ളൂ. ചെല്ലട്ടെ. എൽദോസ് സല്യൂട്ട് ചെയ്ത് മുറി വിട്ടു പോയി. സാബു വർഗീസ് എഡിറ്റോറിയൽ പേജിലെ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിലേക്ക് ശ്രദ്ധ തിരിച്ചു. വലിയ തലക്കെട്ടിൻ്റെ 2 അറ്റത്തുമായി സുന്ദരനായ ഒരു യുവാവിൻ്റെയും സുന്ദരിയായ പെൺകുട്ടിയുടെയും ചിത്രങ്ങൾ. പ്രണയ ചിഹ്നത്തിനുള്ളിലാണ് ഇരുവരും. ബോക്സിൽ ശേഖരൻകുട്ടിയുടെയും രമണിയുടെയും സ്റ്റാമ്പ് സൈസ് ഫോട്ടോ. കൊടും ക്രൂരതയുടെ ഇരകൾ എന്ന ചെറിയ ഹെഡിങ്. 22.5 വർഷം മുമ്പ് സ്വന്തം മകനെയും മാസങ്ങൾക്ക് ശേഷം പൂർണ്ണ ഗർഭിണിയായ മരുമകളെയും നഷ്ടപ്പെട്ട മാതാപിതാക്കൾ. മാറി താമസിച്ച ഇടങ്ങളിലെല്ലാം പിന്നാലെ ചെന്ന് ഉപദ്രവിക്കുകയും പലായനം ചെയ്യിക്കുകയും ചെയ്ത ശത്രുക്കൾ.
വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവരെ വേട്ടയാടുന്നു. കള്ളക്കേസിൽ കുടുക്കി ദ്രോഹിക്കുന്നു. ഇടുക്കി ജില്ലയിലെ പെരിയാർ വാലി എന്ന ഓണംകേറ മൂലയിൽ താമസമാക്കിയ ഈ വൃദ്ധ ദമ്പതികൾ ഇപ്പോൾ മുരിക്കാശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. മകനെയും മരുമകളെയും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശത്രുക്കൾ ഉന്മൂലനം ചെയ്തതിന്റെ കുറ്റം ഇവരുടെ മേൽ വെച്ചു കെട്ടാനുള്ള ഗൂഢാലോചനയാണ് അരങ്ങേറുന്നത്. ബോക്സ് ന്യൂസ് വായിച്ച ശേഷം പ്രധാന റിപ്പോർട്ടിലേക്ക് കണ്ണോടിക്കുമ്പോഴേക്കും സാബു വർഗീസിന്റെ ഫോൺ ശബ്ദിച്ചു. CI കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് SP ഓഫീസിൽ നിന്നാണ്. പ്ലീസ് ഹോൾഡ് ഓൺ. സാബു വർഗീസിന്റെ നെറ്റി വിയർക്കാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം മറുവശത്ത് നിന്ന് പുരുഷ ശബ്ദം വന്നു. SP സൈമൺ രാജ് സ്പീക്കിംഗ്. എടോ, താൻ ഇന്നത്തെ ന്യൂസ് പേപ്പർ കണ്ടോ? സർ, ഗുഡ് മോർണിംഗ് സർ. കണ്ടു സർ. താൻ ശേഖരൻകുട്ടി എന്നൊരാളെയും ഭാര്യയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ? സർ, കംപ്ലൈൻറ്റ് കിട്ടിയിട്ടാണ്. ആരുടെ കംപ്ലൈൻറ്റ്? എന്തിൻ്റെ കംപ്ലൈൻറ്റ്? എടോ, തനിക്കൊന്നും ബോധമില്ലേടോ? 22 വർഷം മുമ്പ് മിസ്സായ 2 പേരെ പറ്റി ഇപ്പോഴാണോ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? ഇതുവരെ എവിടെ ആയിരുന്നെന്ന് താൻ ചോദിച്ചോ? പഴയ കേസിൻ്റെ ഹിസ്റ്ററി താൻ അന്വേഷിച്ചോ? ആരെങ്കിലും പരാതി തന്നാലുടനെ 2 പേരെ പിടിച്ച് അകത്തോട്ടിടുക. എന്നിട്ട് തനിക്ക് വല്ലതും കിട്ടിയോ? കോമൺ സെൻസ് എന്നൊരു സാധനം ഒരു ഇത്തിരിയെങ്കിലും വേണ്ടടോ തലയിൽ? സർ, അസോസിയേഷനിൽ നിന്ന് പ്രഷർ ഉണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ചിലെ ഒരു DYSPയുടെ. തൻ്റെ വിശദീകരണമൊന്നും വേണ്ട. ഇപ്പോഴും കസ്റ്റഡിയിലുണ്ടോ അവർ? സർ, ഉണ്ട്. ഉടൻ തന്നെ അവരെ വിട്ടേക്ക്. അതുമാത്രമല്ല, അവർക്ക് വല്ല പരാതിയും ഉണ്ടെങ്കിൽ എഴുതി വാങ്ങിയിട്ട് അതേപറ്റി അന്വേഷണം നടത്തണം. 22 വർഷം മുമ്പ് അവരുടെ മകനും മകൻ്റെ വൈഫും എങ്ങനെയാണ് മിസ്സായതെന്നുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടണം. വിത്തിൻ 3 days. സർ, പോലീസിനെ നാട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരോ ജന്മങ്ങൾ വെച്ചിട്ട് പോടോ. മുഖത്തടിച്ച പോലെ കോൾ കട്ടായി. സാബു വർഗീസ് മേശപ്പുറത്തിരുന്ന ടിഷ്യൂ പേപ്പർ വലത് കൈകൊണ്ടെടുത്ത് നെറ്റിയിൽ കുടുന്നു നിന്ന വിയർപ്പ് തുള്ളികൾ ഒപ്പി. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷിജിൻ ഷാജു പത്രത്തിൽ വന്ന വാർത്തയും അന്വേഷണ റിപ്പോർട്ടും വായിച്ച് അന്തം വിട്ടിരിക്കുമ്പോഴാണ് മൊബൈലിലേക്ക് കോൾ വന്നത്. അയാൾ സ്ഥലകാല ബോധം വന്ന് കോൾ എടുത്ത് ഹലോ പറഞ്ഞു. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഹോസ്പിറ്റലിൽ നിന്നാ. ഹേമചന്ദ്രൻ സാറിന് സംസാരിക്കണമെന്ന്. ആ, കൊടുക്ക് സാർ. ദാ. ഫോൺ കൈമാറുന്ന ശബ്ദം. മറുവശത്ത് നിന്ന് ഹേമചന്ദ്രൻ്റെ ക്ഷീണിച്ച ഹലോ ഒരു ഞെരക്കം പോലെ വന്നു. സർ, ഗുഡ് മോർണിംഗ്. ഷിജിൽ ഷാജു പറഞ്ഞു. എടോ, അയാളെ വിട്ടേക്ക്. കേസ് വേണ്ട. സാറേ, എടോ, അവൻ്റെ പുറകിലുള്ളവർ പണി തുടങ്ങി. ഇയാൾ ന്യൂസ് വായിച്ചില്ലേ? സാർ, വായിച്ചു. ആ, വിട്ടേക്ക്. ഇല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് വരും. സാറേ, കേസ് ചാർജ് ചെയ്തു. എല്ലാം റെക്കോർഡിലായി. ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനിയിപ്പോൾ ചോദ്യങ്ങൾ വരും. ഞാനെന്തിന് രാത്രി അസമയത്ത് കൂരാലിക്ക് പോയി അവൻ്റെ ഇടി കൊള്ളാനോ? അതിന് തൊട്ട് മുമ്പ് ഞാൻ സിറ്റിസൺ ക്ലബിൻ്റെ മുൻപിലുണ്ടായിരുന്നു. അവൻ ഇന്നലെ രാത്രി 10:10 അശോക ലോഡ്ജിൽ നിന്ന് ഇറങ്ങിയത്. എല്ലാം ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് തന്നെ അന്വേഷിപ്പിച്ചടോ. ഇപ്പോൾ മറ്റേ സ്റ്റോറി എല്ലാം കൂടി വന്നപ്പോഴേക്കും ആകെ പ്രശ്നമാകുന്ന ലക്ഷണമാണ്. സാറേ, ഇനി കോടതിയിൽ ഹാജരാക്കാതെ പറ്റില്ല. അറസ്റ്റ് രേഖപ്പെടുത്തി. തന്നോട് ഞാൻ പറഞ്ഞോ രാവിലെ കോടതിയിലോട്ട് എഴുന്നള്ളിക്കാൻ? സോറി സർ. സാർ ഇന്നലെ രാത്രി പറഞ്ഞായിരുന്നു. ഇവിടെ തലയനക്കാൻ വയ്യാതെ കിടക്കുക. അതിനിടയ്ക്ക് താൻ സ്റ്റുപ്പിഡ് നോൺസെൻസ്. സാറിങ്ങനെ പറയുന്നത് കഷ്ടമാ. എടോ, എൻ്റെ മൊബൈൽ കാറിനകത്താ. അതെങ്കിലും ഒന്ന് കിട്ടുമോ? സർ, കാർ ലോക്ക്ഡാണ്. കീ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരാളെ അയച്ചിട്ടുണ്ട് നോക്കാൻ. നാശം പിടിക്കാൻ. ഹേമചന്ദ്രൻ മുരണ്ടു. തുടർന്ന് കോൾ കട്ടായി. SI എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും പത്രത്തിലേക്ക് നോക്കി. ന്യൂസ് പേപ്പറിൽ അച്ചടിച്ചു വന്ന സ്റ്റോറിയുടെ അവസാനത്തെ പാരഗ്രാഫ് ബാലകൃഷ്ണ മേനോൻ ഒരിക്കൽ കൂടി വായിച്ചു. മേൽപ്പറഞ്ഞ പ്രണയകഥയിലെ ദുരന്ത നായകനായ കണിയാമ്പറമ്പിൽ ശേഖരൻകുട്ടി മകൻ ചന്ദ്രബാബു ഏലപ്പാറ ബസ് സ്റ്റാൻഡിൽ നിന്ന് അപ്രത്യക്ഷനായിട്ട് 22 വർഷവും 8 മാസവും കടന്നുപോയിരിക്കുന്നു. അതിനുശേഷം 4 മാസം കഴിഞ്ഞിട്ടായിരുന്നു ചന്ദ്രബാബുവിൻ്റെ പ്രണയിനിയും പിന്നീട് ഭാര്യയുമായിരുന്ന മാളു എന്ന മാളവികയുടെ തിരോധാനം. പെരിയാർ വാലി പള്ളിക്കുടി സിറ്റിക്ക് സമീപമുള്ള വീട്ടിൽ ചന്ദ്രബാബുവിൻ്റെ മാതാപിതാക്കൾക്കും സഹോദരനും ഒപ്പം താമസിച്ചിരുന്ന മാളുവിനെ പൊൻകുന്നത്ത് നിന്ന് എത്തിയ ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തതെന്ന് ചന്ദ്രബാബുവിൻ്റെ മാതാപിതാക്കൾ തർപ്പിച്ചു പറയുന്നു. അന്ന് മുരിക്കാശ്ശേരി പോലീസിൽ നൽകിയ പരാതിയുടെ പകർപ്പ് ഇപ്പോഴും അവർ സൂക്ഷിക്കുന്നുണ്ട്. മാളവികയുടെ അച്ഛനും സഹോദരനും മാതൃസഹോദരൻ്റെ മകളുടെ ഭർത്താവായ ഹേമചന്ദ്രനും മറ്റു ചിലരും ചേർന്ന് മാളുവിനെ കൂട്ടിക്കൊണ്ടുപോയ രാത്രി ശേഖരൻകുട്ടിയുടെ മനസ്സിൽ ഇന്നും മായാതെ കിടക്കുന്നുണ്ട്. അതേ ബന്ധുക്കൾ തന്നെയാണ് ശേഖരൻകുട്ടിക്കും ഭാര്യ രമണിക്കുമെതിരെ മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നതും.
മുരിക്കാശ്ശേരി പോലീസ് ശേഖരൻകുട്ടിയെയും രമണിയെയും കസ്റ്റഡിയിലെടുക്കാൻ ഇടയാക്കുന്ന വിധം സംഭവത്തിൻ്റെ ഗതി തിരിച്ചുവിട്ടതും മാളവികയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? കൂട്ടിക്കൊണ്ടുപോയ ബന്ധുക്കൾ പൂർണ്ണ ഗർഭിണിയായ മാളവികയോട് കാട്ടിയ ക്രൂരതകൾ എന്തൊക്കെയായിരുന്നു? പരമ്പരയുടെ അടുത്ത ഭാഗം നാളെ. ബാലകൃഷ്ണമേനോന്റെ കണ്ണിൽ നിന്ന് ക്രമേണ അക്ഷരങ്ങൾ മാഞ്ഞുപോയി. റിപ്പോർട്ടിന്റെ തലക്കെട്ട് പോലും വായിക്കാനാവാത്ത വിധം അവ്യക്തമായി. പത്രത്താളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട്, എന്നാൽ ഒന്നും കാണാനാവാതെ അയാൾ അങ്ങനെ തന്നെ ഇരുന്നു. അച്ഛാ, വിളിയൊച്ച കേട്ട് ബാലകൃഷ്ണമേനോൻ നടുങ്ങി. മാളുവിന്റെ ശബ്ദം പോലെയാണ് തോന്നിയത്. അഞ്ജനയ്ക്കും മാളുവിനും ഏതാണ്ട് ഒരേ സ്വരവും അക്ഷരതാളവുമായിരുന്നെന്ന് അയാൾ ഓർത്തു. മുഴുവൻ വായിച്ചോ അച്ഛൻ? ആ. അച്ഛനും ഹേമേട്ടനുമൊക്കെ ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരില്ലേ? അഞ്ജന ചോദിച്ചു. ഇതൊരുത്തൻ എഴുതിയുണ്ടാക്കിയ സ്റ്റോറിയല്ലേ? അതും 2 പതിറ്റാണ്ട് മുമ്പത്തെ കഥ. അവൻ കുറേ കെട്ടിച്ചമച്ചിട്ടുണ്ട്. വായനക്കാർക്ക് ഒരു രസം കിട്ടണമല്ലോ. അതിനുള്ള പൊടിപ്പും തൊങ്ങലും. ഇതിൻ്റെ പേരിൽ കേസും അന്വേഷണവും ഒക്കെ ഉണ്ടാവുമോ? ഉണ്ടാകട്ടെ, നമുക്കെന്താ? ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല മോളെ. കുറച്ച് ബഹളം ഉണ്ടാക്കാമെന്നല്ലാതെ. പക്ഷേ അച്ഛനും ഹേമേട്ടനുമൊക്കെ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. ഞാനിത് കുറേ നാളായിട്ട് വാച്ച് ചെയ്യുന്നു. പോണ്ടിച്ചേരിയിൽ നിന്ന് ഭാസി വല്യച്ഛനും കുടുംബവും വന്നു. മാങ്ങാട്ടുശ്ശേരിയിൽ നിന്ന് മാളുവിൻ്റെ അച്ഛനും ഹരീന്ദ്രനും പലവട്ടം ഇവിടെ വന്നു. അതിനിടയ്ക്ക് മാങ്ങാട്ടുശ്ശേരിയിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി. എല്ലായിടത്തും ഡിസ്കസ് ചെയ്തത് ഈയൊരു വിഷയം മാത്രമാണല്ലോ. അതിനൊരു കാരണമുണ്ട് മോളെ. ഒരിക്കൽ ഇതൊക്കെ പത്രങ്ങളിലൊക്കെ വന്നുപോയ സംഭവങ്ങളാ. അന്ന് നമുക്ക് കുറച്ച് മാനക്കേടുണ്ടായി. പിന്നെയും ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ ക്ഷീണം നമ്മുടെ കുടുംബത്തിനല്ലേ? ഇപ്പോൾ തന്നെ നമ്മുടെ പേരും വീട്ടുപേരും അന്ന് നടന്ന സംഭവങ്ങളുമൊക്കെ അച്ചടിച്ചു വന്നില്ലേ? നമുക്കിനി റോഡിലോട്ട് ഇറങ്ങി നടക്കാൻ പറ്റുമോ? ഇങ്ങനൊരു മാനക്കേട് വരാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങളെല്ലാവരും കൂടെ മീറ്റിംഗ് കൂടി ഡിസ്കഷൻ വെച്ചത്. ബാലകൃഷ്ണമേനോൻ വിശദീകരിച്ചു. ഇപ്പോൾ ചന്ദ്രബാബുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ പരാതി കൊടുത്തതോ? അത് പിന്നെ ചന്ദ്രബാബുവിനെ കാണാതായത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ അനുജൻ പരാതി കൊടുത്തില്ലേ? അതിന് പകരം ഹേമചന്ദ്രൻ ചെയ്തതാ. ചന്ദ്രബാബുവിനെ കാണാതായ സംഭവം അയാളുടെ അനുജൻ പരാതി കൊടുത്ത് അന്വേഷിപ്പിക്കുന്നതിന് നമുക്കെന്താ അച്ഛാ? ഹേമചന്ദ്രന് വാശി. ഞാൻ അവനോട് പറഞ്ഞത് അതിനൊന്നും പോകേണ്ടത്. മാങ്ങാട്ടുശ്ശേരിക്കാര് ഹേമേട്ടനും കൂടിയാണ് മാളുവിനെ പെരിയാർ വാലിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതെന്ന് റിപ്പോർട്ടിലുണ്ടല്ലോ. അത് ശരിയാണോ അച്ഛാ? എവിടുന്ന്? അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. നാളത്തെ ന്യൂസ് പേപ്പറിൽ ഇതിൻ്റെ 2ാം ഭാഗം അച്ചടിച്ചു വരുമല്ലോ. അപ്പോഴും അച്ഛന് ഇത് തന്നെ പറയാൻ പറ്റുമോ? നിനക്കെന്താ മോളെ ഒരു സംശയം പോലെ? ഇവിടെ നടന്ന ചർച്ചകളിൽ ചിലതൊക്കെ ഞാനും കേട്ടല്ലോ. നിങ്ങളെല്ലാവരും ചേർന്ന് എന്തൊക്കെയോ ഒളിച്ചുകളി നടത്തിയിട്ടുണ്ട്. ഹേമചന്ദ്രൻ ഇന്നലെ രാത്രി വന്നില്ലേ? ബാലകൃഷ്ണമേനോൻ വിഷയം മാറ്റി. ഇല്ല, രാത്രി വിളിച്ചപ്പോൾ ക്ലബിലാണെന്നാ പറഞ്ഞത്. ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടെന്നും വരാൻ ലേറ്റാകുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ വിളിച്ചില്ലേ? ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. രാത്രി മുഴുവൻ കുടിച്ച് കൂത്താടി ഹാങ് ഓവറിൽ കിടക്കുമായിരിക്കും. രാവിലെയെങ്കിലും വരേണ്ടതല്ലേ? സിറ്റിസൺ ക്ലബിൽ വിളിച്ച് ചോദിച്ചാൽ അറിയാം. അവിടെ സ്ഥിരമായിട്ട് ഹേമേട്ടനൊരു റൂമുണ്ടല്ലോ. എന്തു പറയാനാ, പുതിയ പ്രൊമോഷൻ ലിസ്റ്റ് 3 മാസത്തിനകം വരും. അപ്പോൾ SP ആയിട്ട് ഏതെങ്കിലും ജില്ല ഭരിക്കേണ്ടവനാ. ഇപ്പോൾ സസ്പെൻഷനിൽ. കയ്യിലിരിപ്പും കൂടി നന്നാവണ്ടേ അച്ഛാ? നിനക്കവനെപ്പറ്റി ഒരു ഉത്കണ്ഠയുമില്ലേ മോളെ? അഞ്ജനയുടെ മൗനം കണ്ട് ബാലകൃഷ്ണമേനോൻ ആശങ്കാകുലനായി. നിങ്ങൾ തമ്മിൽ വല്ലാതെ അകന്നുപോയോ? അച്ഛനെ ഓർത്തിട്ട് മാത്രമാ ഒരേ മേൽക്കൂരയ്ക്ക് കീഴെ ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഒരു 5 വർഷം മുമ്പെങ്കിലും ഡിവോഴ്സിന് പോയേനെ. മോളെ, ബാലകൃഷ്ണമേനോൻ ഒരു ഉൾക്കിടലത്തിൽ വിളിച്ചു. ഇനിയും സമയം വൈകിട്ടൊന്നുമില്ല മോളെ. കുഞ്ഞുങ്ങളില്ലാതെ പോയതാ നിങ്ങൾക്കിടയിലുള്ള അകലം കൂടാൻ കാരണം. ഇല്ലാഞ്ഞത് നന്നായി അച്ഛാ. കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി ഒരു കാലത്ത് ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആശ്വാസമാ. കുഞ്ഞുങ്ങളെ പ്രസവിച്ച ആടിനെ പോലെ ആയിപ്പോയേനെ ഞാൻ. നിനക്ക് അവനോട് ഒട്ടും സ്നേഹമില്ലേ? ഈ ചോദ്യം ഒരു തവണയെങ്കിലും അച്ഛൻ ഹേമേട്ടനോട് ചോദിച്ചിട്ടുണ്ടോ? എന്നോടുള്ള പെരുമാറ്റമൊക്കെ അച്ഛൻ കണ്ടിട്ടുള്ളതല്ലേ? അടിമയോട് പെരുമാറുന്ന പോലെ. ബാലകൃഷ്ണമേനോൻ ഒന്നും പറയാതെ നോട്ടം മറ്റെവിടേക്കോ മാറ്റി. എൻ്റെ ജോലി രാജിവെപ്പിക്കാൻ ഹേമേട്ടൻ കിണഞ്ഞ് പരിശ്രമിച്ചതാ. അന്നൊക്കെ അച്ഛനെ നിർബന്ധിച്ചു. ഞാൻ പിടിച്ചു നിന്നത് എത്ര നന്നായി. ജോലിയില്ലെങ്കിലും നിനക്ക് ജീവിക്കാനുള്ളത് ഈ തറവാട്ടിലുണ്ട്. ഒന്നും വേണ്ടച്ചാ. ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അച്ഛനും ചിലപ്പോൾ എൻ്റെ എതിർപക്ഷത്ത് വന്നേക്കാം. ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഹേമേട്ടനോട് ഗുഡ് ബൈ പറയും. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്
അതിനുള്ള സമയം അടുത്തു വരികയാണെന്ന്. അതിന് തക്കവിധം എന്ത് സംഭവിച്ചെന്നാ ബാലകൃഷ്ണ മേനോൻ അമ്പരപ്പിൽ മകളെ നോക്കി. അഞ്ജന എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ബാലകൃഷ്ണ മേനോൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. ദാ അവനാ വിളിക്കുന്നേ. അയാൾ അഞ്ജനയോട് പറഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, നീ എവിടെയാ? മറുവശത്ത് നിന്നുള്ള പ്രതികരണം ശരിക്ക് കേൾക്കാൻ വയ്യാതെ ബാലകൃഷ്ണ മേനോൻ തൻ്റെ ചോദ്യം 2 തവണ ആവർത്തിച്ചു. ഒന്നും തിരിയുന്നില്ല, ഒന്നും കേൾക്കാൻ വയ്യ. അയാൾ ആവലാതിപ്പെട്ടു. അപ്പോൾ തന്നെ കോൾ കട്ടായി. ഹേമചന്ദ്രൻ്റെ നമ്പറിലേക്ക് ബാലകൃഷ്ണ മേനോൻ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു കാർ ഗേറ്റിൽ വന്ന് ഹോൺ അടിക്കാൻ തുടങ്ങി. ഗേറ്റ് തുറക്കാൻ ആരുമില്ലേ? ബാലകൃഷ്ണ മേനോൻ ദേഷ്യപ്പെട്ടു. ജോലിക്കാരി ഓടിപ്പോയി ഗേറ്റ് തുറന്നിട്ടു. മാങ്ങാട്ടുശ്ശേരിയിലെ ജഗന്നാഥക്കുറുപ്പും മകൻ ഹരീന്ദ്രനുമായിരുന്നു കാറിൽ. മുറ്റത്ത് കാർ നിർത്തിയിട്ട് അവർ വേഗം സിറ്റൗട്ടിലേക്ക് വന്നു. ഹേമചന്ദ്രൻ ഹോസ്പിറ്റലില്ല. ഇന്നലെ രാത്രി ചന്ദ്രബാബുവിൻ്റെ അനുജൻ ഇടിച്ചു നിലത്തിട്ടു. ഹരീന്ദ്രൻ വന്ന പാടെ പറഞ്ഞു. പ്രശ്നം അതൊന്നുമല്ല. ഹേമചന്ദ്രന് എന്തു പറ്റി? ബാലകൃഷ്ണ മേനോൻ ഉദ്യോഗഭരിതനായി. കുഴപ്പമില്ല, താടിയിലിനൊരു ഇഞ്ചുറി, അത് ശരിയായിക്കോളും. ബാലമാമ പത്ര റിപ്പോർട്ട് വായിച്ചില്ലേ? പഴയ കഥയല്ലേ മാളുവിൻ്റെ. നമുക്കെതിരെ കേസ് വരുന്നു. ന്യൂസ് ചാനലിൽ വാർത്ത. 22 വർഷം മുമ്പത്തെ കേസ് അന്വേഷിക്കാൻ ഉടൻ തന്നെ പോലീസിന് നിർദ്ദേശം കൊടുക്കുമെന്ന് മന്ത്രിയുടെ പ്രസ്താവന. ഇനി എന്തന്വേഷിക്കാൻ? എവിടെ പോയി അന്വേഷിക്കാൻ? ബാലകൃഷ്ണ മേനോൻ വലങ്കൈ മലർത്തിക്കാട്ടി. ബാലമാമേ, അവനുണ്ടല്ലോ മറുവശത്ത്, ജയദേവൻ്റെ മകൻ. അവൻ്റെ കയ്യിൽ ചില തെളിവുകളൊക്കെ ഉണ്ടല്ലോ. അവനല്ലേ എല്ലാം കുത്തിപ്പൊക്കിയത്. പത്രത്തിൽ എന്തായാലും അച്ചടിച്ചു വന്നില്ലേ? ഇനി ഇതായിരിക്കും നാട് മുഴുവൻ ചർച്ച. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. ഇനിയിപ്പോൾ സ്വയരക്ഷ നോക്കുക, അതേ ചെയ്യാനുള്ളൂ. ബാളുവിനെ നമ്മൾ പോണ്ടിച്ചേരിക്ക് കൊണ്ടുപോയ കഥയൊക്കെ നാളെ പത്രത്തിൽ വരും. നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും? ജഗന്നാഥക്കുറുപ്പ് ചോദിച്ചു. എടോ, നമുക്കറിയില്ല. ഒക്കെ കള്ളക്കഥകളാ. അല്ലെന്ന് പോലീസ് പോയി തെളിയിക്കട്ടെ. എല്ലാം നിഷേധിച്ചാൽ മതിയോ? തൽക്കാലം അത് മതി. ആദ്യം ഹോസ്പിറ്റലിൽ പോയി ഹേമചന്ദ്രനെ കാണാം. അവൻ എന്തു പറയുന്നെന്ന് നോക്കാം. ബാലകൃഷ്ണ മേനോൻ അപ്പോൾ തന്നെ വേഷം മാറി മാങ്ങാട്ടുശ്ശേരിക്കാരുടെ കാറിൽ പൊൻകുന്നത്തേക്ക് തിരിച്ചു. അഞ്ജനയ്ക്ക് പക്ഷേ ആശ്വാസമാണ് തോന്നിയത്. കാപട്യത്തിൻ്റെയും അനീതിയുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴാൻ പോകുന്നതിൻ്റെ അടയാളം അവൾ മനസ്സിൽ കണ്ടു. മജിസ്ട്രേറ്റ് കോടതി. പൊൻകുന്നം പോലീസ് അനീബ് ബാബുവിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് രവി വർമ്മയുടെ ജൂനിയർ വക്കീൽ അഡ്വക്കേറ്റ് സുഷമ മഹേഷ് ഇതിനകം അനീബ് ബാബുവുമായി സംസാരിച്ചു കഴിഞ്ഞു. അവർ അനീബ് ബാബുവിനെ ധൈര്യപ്പെടുത്തി. ഒന്നും പേടിക്കേണ്ട, വേണ്ട സമയത്ത് ജാമ്യത്തിലെടുത്തോളാം. അനീബ് ബാബുവിന് ഭയമൊന്നുമില്ല. ആദ്യമായിട്ടല്ല കോടതിയിൽ കയറുന്നതും കേസിലെ പ്രതിയാകുന്നതും. അനീബ് ബാബുവിനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടിയല്ല അഡ്വക്കേറ്റ് സുഷമ വന്നിരിക്കുന്നത്. റിമാൻഡ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ്. മുണ്ടക്കയത്തെ ഒരു എസ്റ്റേറ്റ് ഉടമയെ അപായപ്പെടുത്താൻ ശ്രമിച്ച കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട 6 പേർ പൊൻകുന്നം സബ് ജയിലിൽ റിമാൻഡിൽ കിടപ്പുണ്ട്. അവരുമായി പരിചയപ്പെടുക എന്നതായിരുന്നു അനീബ് ബാബുവിന് കിട്ടിയ പുതിയ ദൗത്യം. കോർട്ട് ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സുഷമ അനീബ് ബാബുവിനോട് രാത്രി പോലീസ് മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്ന് തിരക്കിയിരുന്നു. അതൊരു ചടങ്ങ് മാത്രമായിരുന്നെന്നും പരാതിപ്പെടാൻ മാത്രം ഒന്നും ഉണ്ടായില്ലെന്നും അനീബ് ബാബു മറുപടി നൽകുകയും ചെയ്തു. അനീബ് ബാബുവിനെ സന്ദീപ് വന്ന് ജാമ്യത്തിലിറക്കുമെന്നായിരുന്നു എതിർകക്ഷികളുടെ പ്രതീക്ഷ. പക്ഷേ അത് അസ്ഥാനത്തായി. മജിസ്ട്രേറ്റ് അനീബ് ബാബുവിനോട് കുറ്റം ചെയ്തതാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് അയാൾ ഉത്തരം പറഞ്ഞു. 10 ദിവസത്തേക്ക് കോടതി അനീബ് ബാബുവിനെ റിമാൻഡ് ചെയ്യാൻ ഉത്തരവായി. കോർട്ട് ഹാളിന് പുറത്ത് വന്നപ്പോൾ അഡ്വക്കേറ്റ് സുഷമ അനീബ് ബാബുവിൻ്റെ അടുത്ത് വന്ന് സ്വരം താഴ്ത്തി പറഞ്ഞു. സബ് ജയിലിൽ ഉപദ്രവമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടത് ചെയ്യുന്നുണ്ട്. 10 ദിവസത്തെ റിമാൻഡിൽ കഴിയേണ്ടി വരില്ല. നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ജാമ്യക്കടലാസുകൾ നീക്കാം. അനീബ് ബാബു തലയാട്ടി സമ്മതിച്ചു. റെസ്റ്റോറൻറ്റിൽ മേശയ്ക്ക് ഇരുവശത്തുമായി ഇരിക്കുകയാണ് രാജഗോപാലും സന്ദീപ് നമ്പ്യാരും. ബെയറർ ഫ്രഷ് ജ്യൂസ് കൊണ്ടുവന്ന് വെച്ച് അതിൽ സ്ട്രോയും ഇട്ടിട്ട് പോയി. അങ്കിളാണ് ഫൈനൽ ഡിസിഷൻ പറയേണ്ടത്. നാളത്തെ സ്റ്റോറി മാളവികയുടേത് മാത്രമാണ്. പോണ്ടിച്ചേരിയിൽ വെച്ചുണ്ടായ സംഭവ വികാസങ്ങൾ, ക്ലൂണി ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന പ്രസവം, കുഞ്ഞിനെ ഉപേക്ഷിക്കൽ, അതിനുശേഷമുണ്ടായ തിരോധാനം, ആ പ്രക്രിയയിൽ ഉൾപ്പെട്ടവരുടെ പങ്ക്. അലിമയുടെ പേര് നാളത്തെ സ്റ്റോറിയിൽ വരില്ല. പക്ഷേ മറ്റന്നാൾ മുതൽ അല്ലിയുടെ സ്റ്റോറിയാണ്. പേരും അഡ്രസ്സും ഹൈഡ് ചെയ്യണോ അതോ തുറന്നെഴുതണോ? എനിക്ക് ആലോചിക്കാൻ കുറച്ചുകൂടി സമയം വേണം. രാജഗോപാൽ ആശയക്കുഴപ്പത്തിൽ പെട്ടിരിക്കുകയാണ്. അലിമയെക്കുറിച്ച് തുറന്നെഴുതിയാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ലോകത്തിന് മുന്നിൽ
അല്ലിമ തൻ്റെ മകളല്ലാതാകുമല്ലോ എന്ന ഭയം അയാളെ അലട്ടിക്കൊണ്ടിരുന്നു. വെളിപ്പെടുത്തപ്പെട്ട ശേഷമുള്ള അല്ലിമയും അതിനു മുമ്പുണ്ടായിരുന്ന അല്ലിമയും വേറെ വേറെ ആയിരിക്കുമെന്ന് അയാൾക്ക് തോന്നി. അത് കുറച്ച് കടുപ്പമാണ്. രാജഗോപാൽ പറഞ്ഞു. അല്ലി ഞങ്ങളുടെ മോളായിരുന്നു. ഇപ്പോഴും അതെ. പക്ഷേ അവളുടെ ജന്മരഹസ്യം പരസ്യപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ കണ്ണിൽ അവൾ ഞങ്ങളുടെ ആരുമല്ല. ഞങ്ങൾ അവളുടെ ആരുമല്ല. വിന്ദാരയും വിശാഖും പോലും അവളെ അന്യയായിട്ട് കാണാൻ തുടങ്ങും. പക്ഷേ അങ്കിളെ, നിങ്ങളെ രണ്ടുപേരെയും ആരും വില കുറിച്ച് കാണില്ല. എല്ലാവർക്കും നിങ്ങൾ അത്ഭുതമായിരിക്കും. നല്ല മനുഷ്യരെല്ലാം നിങ്ങളെപ്പറ്റി ഓർത്ത് അഭിമാനം കൊള്ളുമെന്നാണ് എനിക്ക് തോന്നുന്നേ. ഞങ്ങൾക്കതൊന്നും വേണ്ട സന്ദീപ്. എനിക്കും ലക്ഷ്മിക്കും മറ്റുള്ളവരുടെ മുൻപിൽ മഹാനും മഹതിയും ആകണ്ട. അല്ലി ഞങ്ങളുടെ മകളായിരുന്നാൽ മതി. സത്യം വിളിച്ചു പറഞ്ഞ് പുണ്യാത്മാക്കളാകുന്നതിനേക്കാൾ ഞങ്ങൾക്കിഷ്ടം അതാ. സന്ദീപ് വിഷമവൃദ്ധത്തിലായി. ഒരു കാര്യം ചെയ്യാം. അല്ലിയുടെ പേരും അഡ്രസ്സും തൽക്കാലം മറച്ചുവെക്കാം. പോണ്ടിച്ചേരിയിൽ അക്കാലത്ത് താമസിച്ചിരുന്ന മലയാളി കുടുംബം വീട്ടുവരാന്തയിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന പെൺകുഞ്ഞിനെ എടുത്തു വളർത്തുന്നു. അവൾ വളർന്നു വലുതാകുന്നു. തന്നെ വളർത്തുന്ന അച്ഛനും അമ്മയുമല്ല തനിക്ക് ജന്മം തന്നതെന്ന് അവൾ അറിയുന്നില്ല. ലോകം അറിയുന്നില്ല. ആ മട്ടിൽ അവതരിപ്പിച്ചാലോ? സന്ദീപിൻ്റെ സ്റ്റോറിയുടെ വിശ്വാസ്യതയ്ക്ക് എന്തെങ്കിലും കോട്ടം തട്ടുമോ? അങ്കിളെ, ഇതെല്ലാം ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാ. നാളത്തെ സ്റ്റോറി പ്രസിദ്ധീകരിക്കുന്നതോടെ പോലീസിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയേ പറ്റൂ. അപ്പോൾ നമ്മൾ പോലീസിനോടെങ്കിലും ചില സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. ഞാനും ലക്ഷ്മിയും അല്ലിയുടെ പേരൻസ് അല്ല എന്ന് മറ്റുള്ളവരറിയുന്നത് അല്ലിമോൾക്കും വലിയ സങ്കടമായിരിക്കും. ആണ്, അതെനിക്കറിയാം. പക്ഷേ എന്തായാലും സത്യം പുറത്തു വരും. അതിനെ ഫേസ് ചെയ്യുക എന്നല്ലാതെ വേറെ നിവൃത്തിയില്ല അങ്കിളെ. അല്ലിയോട് സംസാരിച്ചോ ഇക്കാര്യം? ഇല്ല. അങ്കിളിൻ്റെ സമ്മതം കിട്ടിയിട്ട് മതിയല്ലോ. എൻ്റെ മക്കളെ എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുമെന്ന് എനിക്കറിയില്ല. അല്ലി അവർക്ക് ചേച്ചിയാണ്, കൂടപ്പിറപ്പാണ്. അവർക്ക് ഭയങ്കര ഷോക്കാവും. പിന്നെ എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും, ലക്ഷ്മിയുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും, അല്ലിയുടെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ നെയ്ബേഴ്സ്. അങ്കിളെ, നമ്മൾ മൂടി വയ്ക്കുന്ന സത്യത്തിനിടയിൽ രണ്ട് ആത്മാക്കൾ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. ചന്ദ്രബാബുവിൻ്റെയും മാളവികയുടെയും. അവർക്കൊരു മോചനം കിട്ടണ്ടേ? അതും ശരിയാണ്. നമ്മൾ ഇതുവരെ ചെയ്തതൊന്നും പാഴായി പോകരുത്. ചന്ദ്രബാബുവിൻ്റെ അനുജൻ പൊൻകുന്നം സബ് ജയിലിൽ റിമാൻഡിൽ കിടക്കുക. ജാമ്യത്തിലിറക്കാൻ വയ്യാത്തതുകൊണ്ടല്ല, വീണ് കിട്ടിയ അവസരം മുതലാക്കുകയാ. 3 ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട കൊട്ടേഷൻ ടീമിനെ പറ്റി വിവരം തന്നത് പൊൻകുന്നം റിപ്പോർട്ടറാണ്. അവരിൽ ഒരുത്തൻ മണിമലക്കാരനും വേറൊരുത്തൻ ചിറക്കടവുകാരനുമാ. പണ്ട് മുതലേ കൂലിത്തല്ലാണ് തൊഴിൽ. അവരെ പരിചയപ്പെടാൻ ഒരവസരത്തിന് വേണ്ടിയാ അനിബാബുവിനെ ജാമ്യത്തിലിറക്കാതെ റിമാൻഡ് ചെയ്യിക്കാൻ വിട്ടുകൊടുത്തത്. എനിക്കൊരു ദിവസം കൂടി തരണം സന്ദീപ്. എൻ്റെ മക്കളോട് സംസാരിക്കണം. പത്ര റിപ്പോർട്ട് കണ്ടിട്ടായിരിക്കരുത് അവർ സത്യം അറിയുന്നത്. അങ്കിൾ 1-2 ദിവസം എടുത്തോ. ഞാൻ അതിനനുസരിച്ച് സ്റ്റോറി ക്രമീകരിച്ചോളാം. റെസ്റ്റോറൻറ്റിൽ നിന്നിറങ്ങി യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ രാജഗോപാലിൻ്റെ മുഖം മ്ലാനമായിരുന്നു. സന്ദീപ് കാറിൽ കയറി ചിന്താധീനനായിരുന്നു. വിചാരിച്ച പോലെ എളുപ്പമല്ല കാര്യങ്ങളെന്ന് അവന് ബോധ്യപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ കണ്ണിൽപ്പെടാത്ത ചിലയിടങ്ങളുണ്ട്. എത്ര സൂക്ഷ്മമായി തിരഞ്ഞിട്ടും കാണാത്ത തീരങ്ങളുണ്ട്. അവിടെ ചില മനുഷ്യരുണ്ട്. സീറ്റിൽ കിടന്ന മൊബൈൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഡിസ്പ്ലേ നോക്കിയപ്പോൾ എടുക്കണോ വേണ്ടയോ എന്ന് സംശയമായി. അച്ഛനാണ് വിളിക്കുന്നത്. സന്ദീപ് മടിച്ചാണ് ഫോൺ എടുത്തത്. രാവിലെ പത്രം അടിച്ചു വന്ന ശേഷം ഇതുവരെ വീട്ടിൽ നിന്ന് ആരുടെയും പ്രതികരണം ഉണ്ടാകാഞ്ഞതിൻ്റെ ആശ്ചര്യം ഇതോടെ മാറി. ഹലോ അച്ഛാ, നിന്റെ സ്റ്റോറി വായിച്ചു. വെരി ഗുഡ്, എക്സലൻറ്റ്. നീ എവിടെയാ? ഞാൻ കോട്ടയത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. എവിടെയാണെന്ന് പറ. കൊച്ചിയിലാണ്. ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോ. എന്താ അച്ഛാ അത്യാവശ്യം? ബാലമ്മാമിയും മാങ്ങാട്ടുശ്ശേരിയിലെ ചെറിയച്ഛനും ഹരീന്ദ്രനും ഒക്കെ വന്നിട്ടുണ്ട്. അവർക്ക് നിന്നോട് സംസാരിക്കണം. സന്ദീപ് മറുപടിയൊന്നും പറയാതെ ജാഗരൂകനായി നിന്നു. ഗേറ്റ് കടന്ന് പുറത്തു നിന്നും കോണിപ്പടിയുള്ള മുറ്റത്തേക്ക് കാർ ഒതുക്കിയിട്ട ശേഷം സന്ദീപ് കാറിലിരുന്ന് അല്പനേരം ആലോചിച്ചു. പ്രബലരായ 2 വൃദ്ധന്മാരെയാണ് അഭിമുഖീകരിക്കേണ്ടത്. ബാലമാമ എന്ന് വിളിക്കുമെങ്കിലും തനിക്ക് അമ്മാവനല്ല, പിതാമഹനെ തുല്യനാണ്. അച്ഛൻ്റെ ബാലമാമ വിളി കേട്ട് ശീലിച്ചു പോയതാണ്. ഭാസിയമ്മാമയേക്കാൾ കുറച്ചും കൂടി ഗൗരവ പ്രകൃതിയാണ് ബാലമാമ. സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ബാലമാമയോട് നേർക്കുനേരെ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമൊന്നും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ലെന്ന് സന്ദീപ് ഓർത്തു. ചന്ദ്രബാബുവിനെ പറ്റിയുള്ള അന്വേഷണം തുടങ്ങിയ ശേഷമാണ് അതിനുള്ള ധൈര്യമായത്. മുൻപൊക്കെ അച്ഛൻ്റെ ഒപ്പം കല്ലാറ്റുപടിക്കൽ ചെല്ലുമ്പോൾ ബാലമാമ ശാന്തഗംഭീരനായി നിന്ന് കൊച്ചുകുട്ടിയോടെന്ന പോലെ എന്തെങ്കിലും ചോദിക്കും. നിന്റെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ടടാ?
നിന്റെ അച്ഛനെ പോലെ വക്കീലും ജഡ്ജിയുമൊക്കെ ആകാനാണോ പ്ലാൻ? പത്രത്തിൻ്റെ ജോലിയൊക്കെ നിന്നെ കൊണ്ട് കൊള്ളാവോ? അതിൽ നിന്ന് എന്ത് കിട്ടാനാ നിനക്ക്? വേറെ വല്ല പണിയും നോക്കടാ, 4 കാശുണ്ടാക്കാൻ. ഇങ്ങനെയൊക്കെ 4-5 ചോദ്യങ്ങളും അതിനെല്ലാം ഒറ്റ വാക്കിലോ മൂളലിലോ ഒതുങ്ങുന്ന അപൂർണമായ മറുപടികളും. ഇപ്പോൾ അതല്ല അവസ്ഥ. നേർക്കുനേർ നിന്ന് വാഗ്വാദം നടത്തേണ്ടി വന്നേക്കാം. പ്രായം ചെന്നവരുമായുള്ള തർക്കം എന്നും ഒഴിവാക്കാനേ ശ്രമിക്കാറുള്ളൂ. അവരുടെ അനുഭവങ്ങളും അനിഷ്ടങ്ങളും ഉറച്ചതാണ്. അവരുടെ വാക്കുകൾക്ക് തീക്ഷ്ണത കൂടും. അവരുടെ കണ്ണിൽ നിന്ന് വരുന്ന നോട്ടങ്ങളിൽ ശാപശരങ്ങൾ ഒളിഞ്ഞിരിക്കും. വാത്സല്യവും അങ്ങനെ തന്നെയാണ്. അതിൽ അനുഗ്രഹാശിസുകൾ നിറഞ്ഞിരിക്കും. സന്ദീപ് ഡോർ തുറന്നിറങ്ങി. കല്ലാറ്റുപടിക്കിലെ കാർ സിറ്റൗട്ടിൻ്റെ മുന്നിലാണ് നിർത്തിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നേരെ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് രണ്ടിലൊന്നറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന മട്ടിൽ ആരൊക്കെയോ ചാടിയിറങ്ങി ചെന്ന പോലെ. മുറ്റത്തെ കാർ ഒതുക്കി നിർത്താൻ വേറെ ഇടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. സന്ദീപ് ഹാളിലേക്ക് കയറി ചെന്നു. അമ്മയും നന്ദനയും ഇരുന്ന് TV കാണുകയായിരുന്നെന്ന് മനസ്സിലായി. TV-യിൽ എന്തോ നടക്കുന്നുണ്ട്. അമ്മയും നന്ദനയും സംസാരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. എടാ മോനെ, നീ അവരോട് വഴക്കിനൊന്നും പോകണ്ട, രാജശ്രീ പറഞ്ഞു. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാ അത്. അതിനല്ല ഞാൻ ഇത്ര ദൂരം കാർ ഓടിച്ചു വന്നത്. സന്ദീപ് പറഞ്ഞു. ദാ ഇപ്പം തന്നെ നിന്റെ മുഖത്ത് അനിഷ്ടം കാണാനുണ്ട്. അത് അമ്മ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാ. അച്ഛൻ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. അവരാവശ്യപ്പെട്ടിട്ടല്ലേ അച്ഛൻ വിളിപ്പിച്ചത്. അതായത് ദൂരെ ഒരിടത്ത് സമാധാനത്തിലിരുന്ന എന്നെ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇത്ര ദൂരം യാത്ര ചെയ്യിച്ചു വരുത്തിയിട്ട് ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതാണെന്നോ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ശരി, നീ മുകളിലോട്ട് ചെല്ല്. അവരവിടെ വെയിറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ മനസ്സില്ല. ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി സമാധാനമായിട്ട് ചെല്ലുന്നുള്ളൂ. എന്താ? പിന്നല്ലാതെ. നന്ദന സന്ദീപിനെ പിന്താങ്ങി. ഈ അമ്മ വരണ്ടിരിക്കുക. ഒരു ചായ കിട്ടിയാൽ കൊള്ളാം, സന്ദീപ് അമ്മയോട് പറഞ്ഞു. ആ, നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. രാജശ്രീ ദീർഘശ്വാസം എടുത്തു കിച്ചണിലേക്ക് പോയി. ഏട്ടാ, ആ റിപ്പോർട്ടുണ്ടല്ലോ, സൂപ്പറായിരുന്നു കേട്ടോ. കൺഗ്രാറ്റ്സ്. നീ വായിച്ചോടി? വള്ളി പുള്ളി വിടാതെ മുഴുവൻ വായിച്ചു. ഹാർട്ട് ടച്ചിങ് സ്റ്റോറി. സങ്കടം വരും. റിയലി? ഏട്ടാ, നമുക്ക് അവരെയൊക്കെ പിടിച്ച് ജയിലിലിടണം എന്ന് തോന്നും. നമ്മുടെ കല്ലാറ്റുപടികൾക്കാരും മാങ്ങോട്ടുശ്ശേരിക്കാരും ഒക്കെ ഇൻവോൾവ് ആണല്ലോ. അതിൻ്റെ അങ്കലാപ്പല്ലേടി അവർ കാണിക്കുന്നേ. നിന്റെ റിസൾട്ട് എന്നാ വരുന്നേ? അടുത്ത മാസം. എന്നാ ചോദ്യമാ? പത്രത്തിലല്ലേ ആദ്യം കിട്ടുന്നേ. എന്നിട്ട് എന്നോട് ചോദിക്കുക. എടി, എനിക്ക് അവിടെ അല്ല പണി. ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ. സന്ധ്യ കോണിപ്പടി കയറി മുകളിലെത്തി. ബാൽക്കണിയിൽ ജഗന്നാഥക്കുറുപ്പും ബാലകൃഷ്ണ മേനോനും ജയദേവൻ നമ്പ്യാരും ഇരിപ്പുണ്ടായിരുന്നു. ആ, നമ്മുടെ ജേർണലിസ്റ്റ് എത്തിയല്ലോ. വാ വാ വാ. ബാലകൃഷ്ണ മേനോൻ കൈ കാട്ടി വിളിച്ചു. ഞാൻ ആകെ മുഷിഞ്ഞിരിക്കുക. ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാം. അതൊന്നും സാരമില്ലടോ, ഇയാളിങ്ങ് വാ, ബാലകൃഷ്ണ മേനോൻ ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. ഞാൻ ക്ഷീണിച്ചാ വന്നത്. ഒന്ന് ഫ്രഷ് ആവണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ബാലകൃഷ്ണ മേനോൻ്റെ മുഖത്തെ സൗമ്യഭാവം പെട്ടെന്ന് മാറി. 10 മിനിറ്റ് മതി, ഞാൻ വന്നേക്കാം. സന്ദീപ് അവൻ്റെ മുറിയിലേക്ക് പോയി. ജയദേവ വഴങ്ങാൻ മടിയുള്ള മാതിരിയാണല്ലോ അവൻ്റെ പെരുമാറ്റം. എറണാകുളത്ത് നിന്ന് കാറോടിച്ച് വരുവല്ലേ ബാലമാമേ, ക്ഷീണം കാണും, ജയദേവൻ നമ്പ്യാർ പറഞ്ഞു. ടീപ്പോയിൽ കിടന്ന പത്രമെടുത്ത് ബാലകൃഷ്ണ മേനോൻ വെറുതെ അതിൽ കണ്ണോടിച്ചു. രാജശ്രീ ചായ ട്രേയുമായി വന്നു. കുറച്ചു മുമ്പ് ചായ കുടിച്ചതല്ലേ? ജയദേവൻ ചോദിച്ചു. സന്ദൂന് വേണം, അപ്പോൾ എല്ലാവർക്കും കൂടി എടുത്തു. 1/4 മണിക്കൂറിനുള്ളിൽ സന്ദീപ് എത്തി. രാജശ്രീ ചായക്കപ്പ് എടുത്തു കൊടുത്തു. നിന്നുകൊണ്ട് 2 കവിൾ ചായ കുടിച്ചിട്ട് സന്ദീപ് അല്പം മാറിയിരുന്നു. നീ എന്താ അകന്നിരിക്കുന്നേ? ഇവിടെ സ്ഥലമുണ്ടല്ലോ. ബാലകൃഷ്ണ മേനോൻ സോഫ ചൂണ്ടിക്കാട്ടി. സാരമില്ല, ഇവിടെ ഇരുന്നാലും കേൾക്കാം. ഞങ്ങൾ നിന്നെ തല്ലാൻ വന്നതൊന്നുമല്ല. കൈയകലത്തീന്ന് നീ മാറിയിരിക്കണ്ട. ബാലമാമ തല്ലിയാലും അത് കൊള്ളാൻ ഞാൻ റെഡിയാ, സന്ദീപ് ചിരിയോടെ പറഞ്ഞു. നീ എഴുതിയ റിപ്പോർട്ട് ഞങ്ങൾ വായിച്ചു. സംഭവം കൊള്ളാം. ഗംഭീരമായിട്ടാണ് നീ എഴുതി പിടിപ്പിച്ചേക്കുന്നേ. നിനക്ക് ഇത്രയും ഭംഗിയായിട്ട് എഴുതാൻ അറിയാമെന്ന് ഇന്നാ എനിക്ക് മനസ്സിലായത്. നിനക്ക് വല്ല കഥയോ നോവലോ ഒക്കെ ശ്രമിച്ചുകൂടെ? നല്ല ഭാഷയുണ്ടല്ലോ. ആഗ്രഹമുണ്ട് മനസ്സിൽ, ചെയ്യണം. പതിയെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ, സന്ദീപ് ചായ കുടിക്കുന്നതിനിടയിൽ പറഞ്ഞു. എനിക്ക് രാവിലെ ഒരുപാട് ഫോൺ കോൾ വന്നു. നീ ഏതാണെന്നാ മണിമലക്കാരൊക്കെ ചോദിച്ചത്. ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ പെങ്ങടെ കൊച്ചുമകനാണെന്ന്. അപ്പോൾ അവർക്കെല്ലാം അതിശയം. എന്നിട്ടാണോ സ്വന്തം തറവാടിനെ തീ വയ്ക്കാൻ നോക്കുന്നതെന്ന്. ആളുകൾ അങ്ങനെ പലതും പറയും ബാലമാമേ. നമ്മളതിനൊന്നും ചെവി കൊടുക്കരുത്. നമുക്കൊരു അന്തസ്സില്ലേ? ബാലമാമയെ പറ്റി
ഞാനൊന്നും എഴുതിയിട്ടില്ല. ചന്ദ്രബാബുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കല്ലാറ്റുപടിക്കൽ ബാലകൃഷ്ണ മേനോൻ എന്നയാളിൻ്റെ ഉടമസ്ഥതയിൽ സർവീസ് നടത്തി വന്ന ഒരു ബസ്സിൻ്റെ കണ്ടക്ടറായിരുന്നു എന്ന് മാത്രമാ പറഞ്ഞത്. മോശമായിട്ട് എന്തെങ്കിലും ഞാൻ എഴുതിയോ? അതെല്ലാം ഞാൻ നോക്കി. നീ സൂത്രശാലിയാണെന്ന് മനസ്സിലായി. പക്ഷേ വായിക്കുന്നവരെല്ലാം മണ്ടന്മാരല്ലല്ലോ. കല്ലാറ്റുപടിക്കൽ ബാലകൃഷ്ണ മേനോൻ്റെ സഹോദരീ പുത്രിയാണ് ചന്ദ്രബാബു സ്നേഹിച്ച മാളവിക എന്ന് നീ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അവന് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ട കാര്യവും നീ വിട്ടുകളഞ്ഞില്ലല്ലോ. ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്നുള്ളത് സത്യമല്ലേ? എൻ്റെ പെങ്ങടെ മകളെ പ്രേമിച്ചവനെ എൻ്റെ ബസ്സിലെ കണ്ടക്ടർ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചു വിട്ടുവെന്ന് നീ എഴുതിയപ്പോൾ നിന്റെ കഥയിൽ ഞാൻ വില്ലനായോ അതോ നല്ലവനായോ? അതുമാത്രമാ നടന്നതെങ്കിൽ ബാലമ്മാമ വില്ലനാവത്തില്ല. അതിനുശേഷം നടന്ന സംഭവങ്ങളാണ് ബാലമ്മാമയെ വില്ലന്മാരുടെ പക്ഷത്തേക്ക് മാറ്റി നിർത്തിയത്. അതിനുശേഷം എന്ത് നടന്നു എന്നാ നീ പറയുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ബാലമ്മാമ എന്തെങ്കിലും ചെയ്തതായിട്ട് ഞാൻ എഴുതിയിട്ടില്ല. പോലീസിൻ്റെ കൂട്ടുപിടിച്ച് മാളവികയുടെ ബന്ധുക്കൾ ചന്ദ്രബാബുവിനെ അടിച്ചു. അയാളുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി. ചന്ദ്രബാബുവും മാളവികയും കല്യാണം രജിസ്റ്റർ ചെയ്ത് എരുവന്താനത്തെ ബന്ധുവീട്ടിൽ പോയി താമസിച്ചപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് അവരെ കസ്റ്റഡിയിൽ എടുപ്പിച്ചു. മാളവികയെ കല്ലാറ്റുപടിക്കൽ തറവാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ചന്ദ്രബാബുവിനെ പോലീസിനെ കൊണ്ട് മർദ്ദിച്ച് അവശനാക്കി. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ബാലമ്മാമയുടെ സ്ഥാനം എവിടെ ആയിരിക്കുമെന്ന് ബാലമ്മാമ തന്നെ നിശ്ചയിച്ചാൽ മതി. ഇങ്ങനെ സംഭവിച്ചെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ദൃക്സാക്ഷിയൊന്നുമല്ലല്ലോ. ഒരു മിനിറ്റ്. സന്ദീപ് കസേര വിട്ട് എഴുന്നേറ്റ് പോയി. അല്പനിമിഷങ്ങൾക്കകം കയ്യിൽ ഒരു കെട്ട് കടലാസുകളുമായി തിരികെ വന്നു. അത് ടീപ്പോയിലേക്ക് വെച്ചു. ഇത് ആ കാലത്ത് പല പത്രങ്ങളിൽ വന്ന ന്യൂസാണ്. ഞാൻ അന്നത്തെ വാർത്തകളുടെ ക്ലിപ്പിംഗ്സ് എടുപ്പിച്ചതാ. കല്ലാറ്റുപടിക്കൽ ബാലകൃഷ്ണ മേനോൻ്റെയും ഹേമചന്ദ്രൻ്റെയും മാങ്ങാട്ടുശ്ശേരിയിൽ ജഗന്നാഥക്കുറുപ്പിൻ്റെയും ഹരീന്ദ്രൻ്റെയും ഒക്കെ പേര് പലവട്ടം ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് നിങ്ങൾക്കാർക്കും ഒരു പരാതിയില്ലായിരുന്നോ? ചന്ദ്രബാബു ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തപ്പോൾ ബാലകൃഷ്ണ മേനോൻ വീട്ടുതടങ്കലിൽ വെച്ചിരുന്ന മാളവികയെ കോടതിയിൽ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടെന്നും അവളെ കോടതിയിൽ ഹാജരാക്കിയെന്നും ഈ ക്ലിപ്പിംഗ്സിൽ പലതിലും വെണ്ടയ്ക്ക അക്ഷരത്തിൽ അച്ചടിച്ചിട്ടുണ്ട്. കോടതിയിൽ വെച്ച് ചന്ദ്രബാബുവിൻ്റെ കൂടെ പോകാനാണ് തനിക്ക് താല്പര്യമെന്ന് പറഞ്ഞ മാളവികയുടെ ആവശ്യം കോടതി അംഗീകരിച്ചെന്നും ഈ പത്രവാർത്തകളിലുണ്ട്. അന്ന് ഇതൊക്കെ വായിച്ചവരുടെ മനസ്സിൽ ബാലമാമ നല്ലവനായിരുന്നെങ്കിൽ ഇന്നും നല്ലവൻ തന്നെ, അതല്ല വില്ലനായിരുന്നെങ്കിൽ അത് മാറ്റി നല്ലവനാക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല. സന്ദീപ് തൻ്റെ നിലപാട് വ്യക്തമായി അവതരിപ്പിച്ചു. മകളെ ഒരു ബസ് കണ്ടക്ടർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്നായിരുന്നോ നിന്റെ അഭിപ്രായം? ജഗന്നാഥക്കുറുപ്പ് ചോദിച്ചു. അതിനുത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ല. അന്നത്തെ കാലം, അന്നത്തെ സ്ഥിതിഗതികൾ ഒക്കെ നോക്കി നിങ്ങൾക്കിഷ്ടമുള്ള തീരുമാനമെടുക്കാമായിരുന്നു. വേണ്ടെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അത് മകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ നിങ്ങളെല്ലാവരും പരാജയപ്പെട്ടു. അതല്ലെങ്കിൽ അവൾ കണ്ടക്ടറുടെ കയ്യിൽപ്പെടാതെ അകറ്റി നിർത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചില്ല. അത് നിങ്ങളുടെ തോൽവിയാ, അവരുടെ അല്ല. അവർ കോടതിയിൽ പോയി ജയിച്ച് അംഗീകാരം വാങ്ങി. ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. വസ്തുതകളും സംഭവങ്ങളും അടുക്കി വയ്ക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ക്ലിപ്പിംഗ്സിൽ ഉള്ളതിൻ്റെ 10-1 പോലും ഉൾക്കൊള്ളിച്ചിട്ടില്ല. ആരുടെയെങ്കിലും പക്ഷം ചേർന്ന് കുറ്റപ്പെടുത്തിയിട്ടുമില്ല. അതൊക്കെ ശരിയാണ്, ഞാനും വായിച്ചതാ. ആരെങ്കിലും എന്തെങ്കിലും ഘോരകൃത്യം ചെയ്തതായിട്ട് ഒരിടത്തും പറയുന്നുമില്ല. ജയദേവൻ നമ്പ്യാർ മകനെ പിന്താങ്ങി. ജയദേവൻ അങ്ങനെ പറയരുത്. നിങ്ങളുടെ കാരണവന്മാരാ ഞങ്ങള്. നമ്മൾ അന്യരല്ല. ഒരൊറ്റ തറവാട്ടിന്ന് പോയവരാ. ചോരയാ. ലോകത്തെല്ലാ ദിവസവും ആയിരക്കണക്കിന് അനീതിയും അക്രമങ്ങളും നടക്കുന്നുണ്ട്. നിന്റെ മകന് അതൊന്നും എഴുതാൻ തോന്നിയില്ല. നമ്മുടെ തറവാട്ടിൽ നടന്ന സംഭവം അവൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നു. അവനെന്താ സ്വന്തം രക്തത്തോട് ഇത്രയ്ക്ക് വിരോധം? നിങ്ങളോട് എനിക്കെന്തിനാ വിരോധം? അടുത്ത ഭാഗം നാളെ.